കൂടെ ഭീകരത ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ഉണ്ടായത്. ഭരണകൂടം അവർക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഗാന്ധിജി പറഞ്ഞു, അവസാനം ഇതെല്ലാം നേരിട്ടുകൊണ്ട് ഒരു നേതാവ് വിജയത്തിലേക്ക് വരും. അതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇന്ത്യ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പുതിയ കാലഘട്ടത്തിലെ ഇന്ത്യയുടെയും വളർച്ചയ്ക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. അസ്സലാമലൈക്കും, നമസ്കാരം. ഇവിടെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടോളൂ. ഈ സമയമാകുമ്പോൾ അടുത്ത 5 വർഷം നമ്മളെ ഭരിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാൻ പറ്റും. കേരളത്തിന് പുറത്തെ പത്രക്കാർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. രാഹുൽജി വർഷങ്ങളായി തുന്നിവെച്ച മടക്കി വെച്ച പ്രധാനമന്ത്രി കുപ്പായം വീണ്ടും മടക്കി അലമാരയിൽ വെച്ച് തൽക്കാലം ഊമ്പിത്തെറിച്ച് വീണ്ടും വിദേശയാത്ര പോകും. കേരളത്തിൽ സതീശനും സുധാകരനും കുറച്ചുനാൾ മാറ്റിവെച്ച മൈക്ക് ലൂക്കിൻ്റെ കൊടുത്ത് തിരിച്ചുവെക്കലും മൈരിവിളിയും വീണ്ടും തുടരും. മനോരമയും മാതൃഭൂമിയും തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച നാള് മുതൽ എഴുതി മറിച്ചത് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും മോദി സ്തുടിപാറൽ വീണ്ടും തുടങ്ങും. എന്നാലും മായവും മന്ത്രവും മായാജാലവും കഴിഞ്ഞാൽ ഞാൻ പോയി വെറുതെ ഒന്ന് ആലോചിച്ചു. വെറുതെ ഈ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും നമ്മുടെ കോൺഗ്രസിന്? നുള്ളിപ്പെറുക്കിയെടുത്താൽ 60 സീറ്റ്. അതിനപ്പുറം ഒരു കോപ്പെങ്കിലും പോവുമോ? പോവില്ല. ഇനി ഞാനിത് പറഞ്ഞ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് ഗ്രൂപ്പ് വൈരാഗ്യം മറന്ന് എന്നെ പഞ്ഞിക്കിടാൻ വരണ്ട. 60 സീറ്റിനപ്പുറം കോൺഗ്രസിന് കിട്ടില്ലെന്ന് പറയാൻ കണിയാൻ പണിയൊന്നും വേണ്ട. വെറും കോമൺ സെൻസ് മാത്രം മതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കോൺഗ്രസിന് ഇല്ലാത്തതും അത് തന്നെയാണ്, കോമൺ സെൻസ്. എന്താണ് കേട്ടല്ലോ, ഈ മനുഷ്യൻ മാനസിക തകരാറുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നു. ഈ മനുഷ്യൻ എങ്ങനെയാണ് കോൺഗ്രസ് 60 സീറ്റ് എന്ന് പറഞ്ഞത്? ജനങ്ങൾ ഇടുന്ന വോട്ടാണ് സഹോദര. നിനക്കെന്താ വട്ടാണോ? ജനങ്ങളിൽ ഇടുന്ന വോട്ട്, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം, രാഹുൽ ഗാന്ധിയുടെ ചേർത്ത് പിടിക്കൽ, അതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ആരാണ് പരാജയപ്പെട്ടത്? മോദിയാണ്. മോദിക്ക് ഭൂരിപക്ഷമില്ല. സ്വന്തം സീറ്റ് പോലും ഒരുപാട് വോട്ട് കുറവാണ്. മനസ്സിലാക്കണം. അധികാരം പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. 100 സീറ്റാണ് ലഭിച്ചത്. ഒരു സീറ്റോ എന്തോ കുറവായിരിക്കും. 40 സീറ്റ് ഉള്ളിടത്തേക്ക് 100 സീറ്റായി. പാർലമെന്റ് ഇലക്ഷൻ നടന്ന് ജനങ്ങളിടുന്ന വോട്ടിനെ നീ 60 സീറ്റിനേക്കാൾ മുകളിൽ പോകില്ല എന്ന് പറഞ്ഞത് നിന്റെ മണ്ടത്തരമാണ്. നിനക്ക് രാഷ്ട്രീയമായി ഒന്നും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇദ്ദേഹത്തിന്, സഹോദരന്മാരെ, ഇദ്ദേഹത്തിന് നിങ്ങൾ തന്നെ മറുപടി കൊടുത്തോളൂ. ഇദ്ദേഹത്തിന് കമന്റിലൂടെ അറിയിക്കൂ. കോൺഗ്രസ് നിർത്തില്ല, നല്ല രീതിയിൽ ഡെവലപ്പാകും, കൂടെയുള്ളവർ അനങ്ങില്ല. കൂടാതെ മോദിയുടെ സർക്കാർ ഭയപ്പെടുത്തുന്ന സർക്കാരായിരുന്നു മുമ്പ്. ഇപ്പോൾ മോദിയുടെ സർക്കാർ ഭയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഭാഗത്തു നിന്നും റിമോട്ടുകളാണ് അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നത് റിമോട്ടുകളാണ്. അതാണ് ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഇതുപോലെയുള്ളവർ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.